11 മണിയാ. സ്റ്റഡി ലീവല്ലേ ഇത്? അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. അടുത്തതിന്റെ റിവ്യൂ ഉമ്മാർക്ക് എക്സാമിന്റെ സമയത്ത് സിനിമ ഇറക്കി ഇടാൻ പറ്റോളാ? കാണാനും പറ്റൂല മനുഷ്യൻ. നീ പഠിക്കാന്നല്ല പറഞ്ഞു എന്നിട്ട് എന്തിപ്പോ ഫോൺ തോണ്ടിരിക്കണ? പഠിക്കുക പഠിക്കാനാ എടാ, ഒരു 12 മണിയായിട്ട് പഠിച്ചാ പോരെ? എടാ കഴിഞ്ഞ പ്രാവശ്യം നീ ശബദം എടുത്തല്ലേ വലിയ മാർക്ക് വാങ്ങും വലിയ ആളാവുന്നൊക്കെ. ഇപ്പൊ എന്റെ ഫോൺ നോക്കിയിരിക്കണ? ഈ സാധനം തന്നെ നശിപ്പിക്കണത്. നിർത്തിക്കത്. പഠിക്ക എടുക്കട്ടെ. എടാ നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ രണ്ടാമത്തെ പേരിലെ സാധനമൊക്കെ പഠിക്കണം. അതൊക്കെ ഇത്തിരി ഔട്ട് ഓഫ് സിലബസ് ആണ്. ഔട്ട് ഓഫ് സിലബസ് ആണ്. എടാ ഇത് പഠിക്കാനുള്ളതാണ്. അത് പഠിക്കും നീ. ഔട്ട് ഓഫ് സിലബസ് അല്ല അത്. പഠിച്ചേ ഔട്ട് ഓഫ് സിലബസ് വേണം. പഠിച്ചോ. അതാ അടേ രണ്ടാമത്തെ പാഠത്തിൻ്റെ ആ ഒരു ടെസ്റ്റിൻ്റെ ആ ഒരു കാര്യമൊക്കെ പഠിച്ചാൽ മതി. ബാക്കിയൊന്നും പഠിക്കണ്ട. അത് ആവശ്യമില്ല. കഴിഞ്ഞ വർഷത്തിൽ ടെസ്റ്റ് പഠിച്ച് തമ്മിൽ പോയില്ലേ? അതും കൂടെ പഠിക്കും. ആവശ്യമുണ്ട് നമുക്ക്. പഠിക്കുക. ഇതൊന്നും പഠിക്കണ്ട. ഇത് എന്തിനാണ് ഇതെല്ലാം കൂടെ പഠിച്ചിട്ട്? എന്നാ നോക്കാം. കാണിക്കുന്നത് തന്നത്. ഇത് ഫുള്ള് പഠിക്കണം. ഇതിനാണ് നിൽക്കുന്നത്. ഇത് പഠിച്ചെടുക്കാം നമുക്ക്. അതെനിക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. പഠിക്കാൻ തുടങ്ങിയാണ്. അത് പഠിക്കണം. അല്ലെങ്കിൽ വെറുതെ ഇരിക്കരുത്. അപ്പോൾ പ്രശ്ന പരീക്ഷ ജയിച്ചാ കളി തുടങ്ങാൻ പോണേ ഉള്ളൂ. പരീക്ഷ നമ്മൾ അടിച്ചിരിക്കും. അത് കേട്ടാ മതി. രണ്ടുപേരുണ്ടാ? ഇല്ലടാ. എന്തിനു തന്നെയാടാ നീക്ക? അല്ല നിന്റെ കയ്യിൽ പേനില്ലേ? അല്ല എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിന് പാതി ഇങ്ങുള്ളൂ. വൈകാണ്ട് തീരും. 80 മാർക്കിന്റെ എക്സാം വരാടാ. എന്ത് പിശുക്കടാ? പെട്ടെന്ന് പോണ്. എല്ലാം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? എല്ലാം അറിയാലേ? ഓർമ്മയാ? അതുണ്ട്. നമുക്കത് അടിച്ചെടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. എടാ ഇത് സെറ്റാണ്. നമ്മൾ പഠിച്ച എല്ലാം വന്ന് പേപ്പറാ. എങ്ങനെയാ നോക്കാം. അറിയണ്ട്. എക്സാം വേണ്ട നമുക്ക്. എടാ നീ ഫസ്റ്റിന്റെ ഉത്തരം പറഞ്ഞേ. ഗാന്ധിജിയാ? ഏത് ഹിറോഷിമയെ പോകുമ്പോട്ടതാ? മറന്നു വേടാ. അടുത്ത പ്രാവശ്യം പിടിക്കാം. എന്നെ പറഞ്ഞാ മതിയല്ല. ഒരു പണിയാ. അടുത്തതിനെ പിടിക്കാം.